ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാം. ഇന്ന് എന്തിനെ കുറിച്ചാണ്? വാർ ആൻഡ് ഖോലെ, ഈ രണ്ട് സിനിമേനെ കുറിച്ച്. അതായത് ഇപ്പോൾ ഈ രണ്ട് സിനിമ ഇറങ്ങാൻ പോകണം ഒരുമിച്ച്, അതും നല്ല രീതിയിൽ നല്ല ഹൈപ്പുള്ള പടത്തിൽ. നിങ്ങൾ ഏത് സിനിമയ്ക്ക് പോകുന്ന അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഈ രണ്ട് സിനിമയിൽ ഫസ്റ്റ് പോണ സിനിമ കൂലി. അത് വേറൊന്നല്ല, ഹൃത്വിഘോഷനെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അതുപോലെ തന്നെ രജനീകാന്തിന് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടും അല്ല. അതായത് എനിക്ക് ഹൃത്വിഘോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് നമ്മളെല്ലാവരും നമ്മുടെ എന്നിട്ടാ പണ്ടത്തെ ടി വിയിൽ നമ്മൾ ഹിന്ദി സിനിമയൊക്കെ എപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യ കണ്ട് നമുക്ക് ഇതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ അതായത് ഹൃത്വിഘോഷൻ്റെ പടമൊക്കെ വന്ന ഒന്നാമത് ധൂം, അതുപോലെ തന്നെ എന്താ പറയുക കൃഷ്, അതൊക്കെ ആ ടൈമിലൊക്കെ ഇല്ലേ. എനിക്ക് ഹൃത്വിഘോഷൻ അതുപോലെ തന്നെ ഗ്ലാമർ, ലുക്ക്, അഭിനയം, ഡാൻസ്, ഫൈറ്റ്, പുള്ളിക്ക് എന്തില്ലാത്ത അങ്ങേറൊക്കെ ഒരു പടം ഇറങ്ങിയാൽ എന്തായാലും പോകും. ഞാൻ എന്തായാലും ഈ സിനിമയ്ക്ക് പോരും, പക്ഷേ രണ്ടാമത്തെ പടത്തിനേ പോകുള്ളൂ. അതായത് കൂലി കണ്ടിട്ട് ഇതിന് പോകുള്ളൂ. അത് വേറെ ഒന്നുമല്ല, ഈ സ്പൈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അത് ഇവരുടെ പഠാൻ, അതുപോലെ തന്നെ ടൈഗർ, ഇപ്പോൾ ഇത് വാർ, ഈ സിനിമയുടെ ഒക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ടൈഗർ ആൻഡ് പഠാൻ, ഈ രണ്ട് സിനിമയുടെ ഏറ്റവും ഈ രണ്ടും എനിക്ക് അധികം ഇഷ്ടമല്ല. ടൈഗർ എനിക്ക് ഫസ്റ്റും സെക്കൻഡും ഇഷ്ടമാണ്, പക്ഷെ ഇതിനെക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് വാറാണ്. അതിനൊരു പ്രത്യേക ഒരു സ്ക്രീൻ പ്രസൻസും അതുപോലെ ഹൃത്വിഘോഷനായതുകൊണ്ട് ഒരു സെറ്റപ്പ് ഉണ്ട് കാണാൻ. പക്ഷെ ഈ കൂലി ഇറങ്ങുമ്പോൾ അതുകൊണ്ടല്ല. അതായത് ഒന്നാമത് ഈ സിനിമയുടെ നമുക്കറിയാം ലോകേഷ്, ഈ സിനിമയുടെ ശരിക്കും ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ലോകേഷാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. കാരണം ഇങ്ങനെ ഇറക്കിയ സിനിമകൾ, അതായത് ഇങ്ങനെ ഇറക്കിയ എല്ലാ സിനിമകളല്ല, കൈദി, വിക്രം, ഈ രണ്ട് സിനിമയുടെ ഒരു ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിത്. ഇപ്പോൾ മാസ്റ്ററും ലിയോ മോശ പടാന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഇങ്ങേറെ ഒരു ഇതില്ല. അതായത് മറ്റേ രണ്ടും പല അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ ഇത് രണ്ടും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സാധനമാണ്. അതായത് ഈ ലിയോ എനിക്കറിയാം, എനിക്ക് ലിയോ ഇഷ്ടമാണ്, മാസ്റ്ററിനെക്കാളും ഇഷ്ടം എനിക്ക് ലിയോ ആണ്. എനിക്ക് മാസ്റ്റർ സെക്കൻഡ് ഹാഫിനെ എനിക്ക് വലിയൊരു ഇതില്ലാത്ത സിനിമയാണ്. അപ്പോൾ അതുപോലെ തന്നെ അമീർ ഖാൻ ഇവരൊക്കെ ഉണ്ട്. പിന്നെ ഒരു വൈബ് ഉണ്ട് അതിൻ്റെ ലോകേഷൻ സിനിമ പറയുമ്പോൾ എന്തോ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അതായത് പിന്നെ അല്ല, ഇപ്പോൾ LC കാണുന്നത് അത് എനിക്ക് അറിഞ്ഞൂടാ, അത് അവിടെ പോയി ഞാൻ അനുഭവിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ആ ഒരു ഇതിനകത്തുണ്ട്. ഇപ്പോൾ വേറെ വല്ല സംവിധായകനാണെങ്കിൽ ഇതേ ആൾക്കാരെന്നെങ്കിൽ ഞാൻ വാർ 2 പോവുള്ളൂ. ലോകേഷ് ആയിട്ടാണ് ഞാൻ പോണത്. ഇനി വാർ 2 വരാണെങ്കിൽ, അതായത് ഈ സിനിമയ്ക്ക് വരാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്തത് ഒന്നാമത് ഇവർക്ക് മെയിനായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വില്ലനില്ല. അതാണ് ഏറ്റവും കുഴപ്പം. അത് മെയിനായിട്ടൊരു വില്ലനില്ല. എല്ലാ പടത്തിലും പാകിസ്ഥാൻ ഇത് വേണം, പാകിസ്ഥാൻ നല്ലവരാണ്, പാകിസ്ഥാനെ സഹായിക്കണം, ഇതൊക്കെ ഇതന്നെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് കാമിയോ തന്നെ ഇതുപോലെ രക്ഷിക്കാൻ വരാം, അത് അലമ്പ് ബീജം, അലമ്പ് രീതിയിലും ഇതൊക്കെ തന്നെ. ഇപ്പോൾ ഹൃത്വിഘോഷൻ്റെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുള്ളിയുടെയൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് അത് ചിലപ്പോൾ വാർ 2 നല്ലതായിരിക്കും. പക്ഷേ ഇതന്നെ MTI പറഞ്ഞു ഫൈറ്റ് ചെയ്യണം, MTI ചിലപ്പോൾ വില്ലനായിരിക്കും. ഈ ഹൃത്വിഘോഷനെ സഹായിക്കാൻ വേണ്ടി ചിലപ്പോൾ ഷാരൂഖ് ഖാനാ അല്ലെങ്കിൽ അമീർ ഖാൻ അല്ലെങ്കിൽ പഠാനിലത്തെ വില്ലനാ അവരൊക്കെ വരയ്ക്കും. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ VFX ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ കാര്യമായിട്ട് പിടിച്ചില്ല. എനിക്ക് ഈ സിനിമ പോയി കാണാനായിട്ടൊന്നുമില്ല. ആകെ കാണാൻ പോകുന്നത് ഹൃത്വിഘോഷനെ കാണാമെന്നൊരു രീതിയിൽ ഞാൻ പോകണുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ടില്ല. ഇപ്പോൾ വേറെ സിനിമയുടെ ഒപ്പാണെങ്കിൽ ഇതൊക്കെ ഇറങ്ങണമെങ്കിൽ ഞാൻ പോയി കണ്ടേനെ വാർ 2. കൂലി പോയി കാണുന്നതാണ് ബെറ്റർ. പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു കൂലിക്കാണ് കൂടുതൽ ഹൈപ്പ് തോന്നുന്നത്. അമീർ ഖാനാണ്, അങ്ങേറെ ഇതറിയാല്ല. പിന്നെ രജനീകാന്ത്, അത് മതി. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇവ രണ്ടുപേരാണ് ഹൈപ്പ് സിനിമയുടെ. ഇവർ ലോകേഷും രജനീകാന്തും അമീർ ഖാൻ, പിന്നെ ഒരാൾ കൂടി ഉണ്ട് സൗബിൻ. എനിക്ക് ഇവരാണ് ഹൈപ്പ്. പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. കാരണം ബാക്കിയുള്ള ഓരോ സിനിമയൊക്കെ എനിക്ക് വലിയ തീരെ ഇഷ്ടമൊന്നുമല്ല. ഇനി ഇവർ ആറ്റിക്കുന്നാന്ന് വെച്ചാൽ അതും എനിക്ക് വലിയ സംഭവമൊന്നും തോന്നാറൊന്നുമില്ല. നാഗർജു മാത്രമേ എനിക്ക് ഓക്കെ എന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് പോവുക? നിങ്ങളും മിക്കവാറും കൂലി, ചിലപ്പോൾ വാറിനൊക്കെ ചിലവർ മിക്കവാറും പോകണം വാറ്. ഏതായാലും ഇനി എങ്ങാനും ഓപ്പോസിറ്റ് കൂലി അലമ്പ് വാർ 2 എന്ന് പറഞ്ഞാൽ വിഷമമായി പോകും. കാരണം എനിക്കൊരാഗ്രഹമുണ്ട്,
ഞാൻ നേരിട്ട് പോയി കാണുന്ന സിനിമ അതിപ്പോൾ ക്ലാഷായിട്ട് പോയി കാണുന്ന സിനിമ ആദ്യം പോയി കാണുന്ന സിനിമ നല്ലതാവണമെന്ന് അതെനിക്ക് നല്ല ആഗ്രഹമാണ്. അങ്ങനെ പറ്റാത്ത കുറേ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഉറപ്പാണ്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ വലിച്ച് കയറി നിങ്ങളിതൊന്നും കാണാൻ നിൽക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ ആ തിയേറ്റർ വ്യൂ അനുഭവിക്കുക. അത് രണ്ട് രീതി അനുഭവിക്കാം. ഒന്ന് സൂപ്പറാണെങ്കിൽ ഒന്ന് മോശമാണെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്നതാണ് ഏറ്റവും അടിപൊളി. നമ്മളിതുകൊണ്ട് ഈ ഹൈപ്പിൽ പോകുമ്പോഴാണ് കൂടുതൽ കുഴപ്പം. ഇപ്പം അമീർ കണ്ടില്ലേ, അമീർ ഉള്ള കാര്യം പറഞ്ഞ് ഞാൻ ഉണ്ടെന്ന് അപ്പോൾ കൊണ്ടാൽ കൂടുതലൊരു ഇതായി എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇനി വേറെ ഒന്നുമില്ല, പോയി കാണാം, അത്രയേ ഉള്ളൂ. ട്രെയിലർ മാറ്റിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. എൻ്റെ വീണ്ടും ട്രെയിലറൊക്കെ ഉണ്ട്. അത് നല്ല കാര്യം. കാരണം ഒരു സിനിമയ്ക്ക് ഒരു ട്രെയിലർ എന്തായാലും വേണം. കാരണം ആ സിനിമ എന്താണെന്ന് വിലയിരുത്താൻ പറ്റണ ഒരു ഇത് വേണം. അത് ട്രെയിലർ ഇറങ്ങിയാലേ ഒരു ഇതുണ്ടാവുള്ളൂ. പിന്നെ ലോകേഷ് പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടായിരുന്നു. വിജയ്, അതായത് പുള്ളിക്ക് കൈതി 2, വിക്രം 2, റോളക്സ് ഇതൊക്കെ ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ വേഗം ഇറക്കണം എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിജയുടെ മാസ്റ്റർ 2, ലിയോ 2 ഇതൊക്കെ ഇറക്കണം. അതിന് വിജയനെ കെട്ടണം എന്നല്ല, കിട്ടണം. എൻ്റെ അഭിപ്രായം തന്നെ ഇങ്ങേർക്ക് ഈ വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ പോകുന്നൊരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇങ്ങേർക്ക് വായ തുറന്ന് പറയാനില്ലേ. കാരണം അങ്ങനെ എന്തായാലും ലോകേഷ് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇങ്ങേര് പോയില്ലേ ഇന്ന്. അത് ഒരുമാതിരി പണിയായി പോട്ടു. ഉള്ളിൽ പറയണമെന്ന് തോന്നരുത്. ചിലപ്പോൾ ഇങ്ങേരെ കാരണമായിരിക്കും ചില കഥാപാത്രങ്ങൾ വിക്രം 2 വരെ ഇറങ്ങണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങേരുടെ ഇത് വേണമായിരിക്കും. കാരണം LCUവിൽ ഒരു ഭാഗമായില്ലേ. ആയെന്ന് വെച്ചാൽ ആ സിനിമയാണെങ്കിൽ കുത്തി കയറ്റിയതുമാണ് LCUവിലേക്ക്. അല്ലാണ്ട് കറക്റ്റായിട്ട് ഒരു ഇതില്ല. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടാണ് ഇനി LCU ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ക്യാരക്ടർ പോകണമെങ്കിൽ ഫോട്ടോന്ന് വയ്ക്കാം. എന്നത് വിജയ് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ വിജയ് ഫാനായിരുന്നു. പിന്നെ സൂര്യ ഫാനായി മാറിയതാണ്. ആ സൂര്യയുടെ സിനിമകൾ കാണാൻ തുടങ്ങി. പിന്നെ കട്ട സൂര്യ ഫാനായിരുന്നു. പിന്നെ മാറി പിന്നെ 2 പേരുടെ സിനിമ എനിക്ക് ഒരേ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പോഴെങ്കിൽ പറയുകയാണെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഏതാ ആൾക്കാർ വിജയിക്കുക. സൂര്യയുടെ പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഒരിക്കലും പോകില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങേരെ ഇപ്പോൾ പറയില്ലേ ഈ റെട്രോയിൽ തന്നെ 1 അതുപോലെ തന്നെയാണ്. ഒരു വേറെ സാധനമാണ്. അങ്ങേരെ പോലെ അങ്ങേര് പറയും. ഇപ്പോൾ സൂര്യ പറയും മിക്കവാറും സൂര്യ എന്താ പറയുക കമൽഹാസൻ്റെ പോലെയാണ്, വിജയ് രജനീകാന്ത് പോലെയാണ്. ഓക്കെ, അങ്ങനെയല്ല. സൂര്യ ഒരിക്കലും കമൽഹാസൻ്റെ പോലെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പുള്ളി വേറൊരു ലീഗാണ്. അതായത് വേറൊരാളാണ് പുള്ളിയുടെ പോലെ പുള്ളി മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ പുള്ളിക്ക് വിചാരിച്ച അത് ഇപ്പോൾ കമൽഹാസനായാലും വിക്രമായാലും ഇവർക്കൊക്കെ ഒരു ഇതുണ്ട്. അതായത് ഇവരിങ്ങനത്തെ പടമൊക്കെ ചെയ്താലും ഇത്രയും ഇതുള്ളൂ. പക്ഷേ സൂര്യയുടെ ഇതിലേക്ക് അങ്ങനെയല്ല. അതാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ വേറെ കാര്യങ്ങളാണ് പോണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് സിനിമയ്ക്ക് പോവാ എന്ന് പറയുക. അപ്പോൾ ബൈ.